ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചീവർ സ്റ്റഡി വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കറണ്ട് അഫെയർ സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. ഇവിടെ കേരള PSCയുടെയും SSCയുടെയും UPSCയുടെയും അണ്ടറിൽ വരുന്ന എക്സാം സിലബസിനെ ബേസ് ചെയ്ത ക്ലാസ്സുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായും എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്യും. കൂടാതെ കറണ്ട് അഫെയർസ് ഓരോ മാസം കൂടുന്തോറും ക്ലാസ്സായി ഇടുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ മിസലേനിയസ് നോട്ട്സ് എന്ന ഹെഡിങ്ങിൽ റാൻഡമായ ചില പ്രധാനപ്പെട്ട ടോപ്പിക്സും ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് 2024ലെയും 2025ലെയും പ്രധാനപ്പെട്ട ഡേറ്റ്സും അതിൻ്റെ തീംസും അവയുടെ ഇമ്പോർട്ടൻസുമാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യമായിട്ട് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ് അല്ലെങ്കിൽ NRI ഡേ എന്നാണ് പറയുന്നത്. 2024 പ്രവാസി ഭാരതീയ ദിവസിൻ്റെ അല്ലെങ്കിൽ NRI ഡേയുടെ തീം എന്നത് ഡയാസ്പോറ റിലയബിൾ പാർട്ട്ണർ ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത്കാൽ. എന്താണ് ഡയാസ്പോറ റിലയബിൾ പാർട്ട്ണർ ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത്കാൽ? അതായത് പ്രവാസികൾ അമൃത്കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. ഇതാണ് പ്രവാസികൾ അമൃത്കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, എന്താണ് അമൃത്കാൽ? അമൃത്കാൽ എന്നത് ഇന്ത്യയുടെ 25 വർഷ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ്. ഇന്ത്യയുടെ 25 വർഷ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് അമൃത്കാൽ. 2022 മുതൽ 2047 വരെയാണ് അമൃത്കാൽ എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 75 വർഷങ്ങളായി എന്നാണ് 2022 എന്ന വർഷം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ 2047 എന്നത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷങ്ങൾ പിന്നിട്ടു എന്നുമാണ്. ഈ ഒരു കാലഘട്ടത്തെ, അതായത് 2022 മുതൽ 2047 വരെയുള്ള 25 വർഷ കാലഘട്ടത്തെയാണ് അമൃത്കാൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കണം എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. സോ 2024 ജനുവരി 9 തീം, അതായത് പ്രവാസി ഭാരതീയ ദിവസിൻ്റെ തീം എന്താണ്? ഡയാസ്പോറ റിലയബിൾ പാർട്ട്ണർ ഫോർ ഇന്ത്യാസ് പ്രോഗ്രസ് ഇൻ അമൃത്കാൽ. പ്രവാസികൾ അമൃത്കാലിൽ ഇന്ത്യയുടെ പുരോഗതിക്ക് വിശ്വസനീയമായ പങ്കാളികൾ. 2025 ഈ ദിവസത്തിൻ്റെ തീം എന്താണ്? ഡയാസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു വികസിത് ഭാരത്. ഇപ്പോൾ ഡയാസ്പോറ എന്ന് പറഞ്ഞാൽ പ്രവാസികൾ എന്നാണ് അർത്ഥം. ഇതാണ് 2025 തീം എന്ന് പറയുന്നത്. ഡയാസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത് എന്നാണ്. ഈ ജനുവരി 9 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും തുടർന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സിനും അദ്ദേഹം നൽകിയ സംഭാവനകളുടെ ഓർമ്മയ്ക്കായാണ് ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നത്. എന്താണ്? 1915 സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ മടങ്ങിയെത്തുകയും തുടർന്ന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കും ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സിനും അദ്ദേഹം നൽകിയ സംഭാവനകളുടെ ഓർമ്മയ്ക്കായാണ് ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അടുത്തതാണ് ജനുവരി 12. ജനുവരി 12 ദേശീയ യുവജന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ്? ദേശീയ യുവജന ദിനമായിട്ടാണ് ജനുവരി 12 ആചരിക്കുന്നത്. ഇത് ആചരിക്കാൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം കൂടിയാണ് ജനുവരി 12. ഈ ഒരു ദിനത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയ സെൽഫ് കോൺഫിഡൻസും ഡിറ്റർമിനേഷനും സൊസൈറ്റിയെ സെർവ് ചെയ്യാനുമുള്ള കഴിവുകൾ യൂത്തിലേക്ക്, അതായത് യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. എന്താണ്? സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനം കൂടിയാണ് ജനുവരി 12. ഈ ഒരു ദിനത്തിലൂടെ സ്വാമി വിവേകാനന്ദൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയ സെൽഫ് കോൺഫിഡൻസും ഡിറ്റർമിനേഷനും സൊസൈറ്റിയെ സെർവ് ചെയ്യാനുമുള്ള കഴിവുകൾ യൂത്തിലേക്ക്, അതായത് യുവജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. സോ 2024 ഇതിൻ്റെ തീം എന്താണ്? റൈസ്, എവേക്ക് ആൻഡ് റിയലൈസ് ദ പവർ യു ഹോൾഡ്. അപ്പം എന്താണ്? എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക. അപ്പോൾ 2024 തീം എന്താണ്? റൈസ്, എവേക്ക് ആൻഡ് റിയലൈസ് ദ പവർ യു ഹോൾഡ്. എഴുന്നേൽക്കുക, ഉണരുക, നിങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ശക്തി തിരിച്ചറിയുക. 2025 തീം എന്താണ്? യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? 2025 തീം എന്താണ്? യൂത്ത് ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഷേപ്പിംഗ് ദ നേഷൻ വിത്ത് റെസിലിയൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഫെബ്രുവരി 2.
ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം അല്ലെങ്കിൽ വേൾഡ്സ് വെറ്റ്ലാൻഡ്സ് ഡേ എന്നാണ് ആചരിക്കുന്നത്. അപ്പോൾ 2024 ഇതിൻ്റെ തീമെന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നാണ്. വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, അതായത് തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. 2025 തീം എന്താണ്? പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. ഇതാണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. അപ്പോൾ ഫെബ്രുവരി 2 എന്ന് പറയുന്നത് വേൾഡ്സ് വെറ്റ്ലാൻഡ്സ് ഡേ, അതായത് ലോക തണ്ണീർത്തട ദിനം എന്നാണ് നമ്മൾ ആചരിക്കുന്നത്. 2024 ഇതിൻ്റെ തീം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്, തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതും 2025 പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നതുമാണ്. ഈ ഫെബ്രുവരി 2 മറ്റൊരു പ്രത്യേകതയാണ് വെറ്റ്ലാൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. എന്താണ് ഈ വെറ്റ്ലാൻഡ്സിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, അതായത് തണ്ണീർത്തടങ്ങളുടെ ഇമ്പോർട്ടൻസ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. കൂടാതെ 1971 ഫെബ്രുവരി 2 റാംസാർ കൺവെൻഷൻ നിലവിൽ വന്നത്. എന്നാണ് ഈ ഫെബ്രുവരി 2 1971 റാംസാർ കൺവെൻഷൻ നിലവിൽ വന്നു. റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? അതായത് തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായ വിനിയോഗത്തിനും വേണ്ടി ലോകരാഷ്ട്രങ്ങളുടെ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സഹകരണവും ഏകോപിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഇറാനിലെ റാംസാർ എന്ന സ്ഥലത്ത് 1971 നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയും അതിൻ്റെ തുടർച്ചയായി രൂപം കൊണ്ട ഉടമ്പടിയുമാണ് റാംസാർ കൺവെൻഷൻ. എന്താണ് റാംസാർ കൺവെൻഷൻ എന്ന് പറയുന്നത്? തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിന് വിവേകപൂർവമായ വിനിയോഗത്തിനും വേണ്ടി ലോകരാഷ്ട്രങ്ങളുടെ പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സഹകരണവും ഏകോപിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി ഇറാനിലെ റാംസാർ എന്ന സ്ഥലത്ത് 1971 നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയും അതിൻ്റെ തുടർച്ചയായി രൂപം കൊണ്ട ഉടമ്പടിയുമാണ് റാംസാർ കൺവെൻഷൻ. സോ ഇത് രൂപം കൊണ്ട 1971 ഫെബ്രുവരി 2 എന്ന ഡേറ്റാണ് ലോക തണ്ണീർത്തട ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഫെബ്രുവരി 4. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ്? ലോക ക്യാൻസർ ദിനമായിട്ടാണ് ഫെബ്രുവരി 4 ആചരിക്കുന്നത്. അപ്പോൾ 2022 മുതൽ 2024 വരെയുള്ള വർഷങ്ങളിലെ തീം എന്ന് പറയുന്നത് ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, പരിചരണ വിടവ് അടയ്ക്കുക എന്നതാണ്. എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ് അല്ലെങ്കിൽ പരിചരണ വിടവ് അടയ്ക്കുക എന്നതാണ് 2022 മുതൽ 2024 വരെയുള്ള ഫെബ്രുവരി 4 തീം എന്ന് പറയുന്നത്. സോ 2025 ആണെങ്കിലോ യുണൈറ്റഡ് ബൈ യുണീക്ക്. എന്താണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറയുന്നത്? 2025 ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനത്തിൻ്റെ തീമാണ്. സോ ഫെബ്രുവരി 4 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ക്യാൻസറിനെ പറ്റിയും അതുണ്ടാകുന്ന കാരണങ്ങളെപ്പറ്റിയും എങ്ങനെ ഇവയെ തടയാമെന്നതിനെ പറ്റിയും എങ്ങനെ ഇവയെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാമെന്നും അവയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്നും പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഈ ഒരു ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫെബ്രുവരി 4 കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാൻസറിനെ പറ്റിയും അതുണ്ടാകുന്ന കാരണങ്ങളെപ്പറ്റിയും എങ്ങനെ ഇവയെ തടയാമെന്നതിനെ പറ്റിയും എങ്ങനെ ഇവയെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാമെന്നും അവയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണെന്നും പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ഫെബ്രുവരി 4 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഫെബ്രുവരി 28. ഫെബ്രുവരി 28 എന്ന് പറയുന്നത് ദേശീയ ശാസ്ത്ര ദിനമാണ്. എന്താണ് ദേശീയ ശാസ്ത്ര ദിനം അല്ലെങ്കിൽ നാഷണൽ സയൻസ് ഡേ? 2024 തീം എന്താണ്? ഇൻഡിജീനസ് ടെക്നോളജീസ് ഫോർ വികസിത ഭാരത്. എന്താണ് ഇൻഡിജീനസ് ടെക്നോളജീസ് ഫോർ വികസിത ഭാരത്? വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ. എന്താണ് വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള തദ്ദേശീയ സാങ്കേതിക വിദ്യകൾ എന്നതാണ് 2024 തീം. അതേസമയം 2025 എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നവേഷൻ ഫോർ വികസിത ഭാരത്. എന്താണ് എംപവറിംഗ് ഇന്ത്യൻ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നവേഷൻസ് ഫോർ വികസിത ഭാരത് എന്നതാണ് 2025 തീം. നെക്സ്റ്റ് ഇതിനകത്തൊരു കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കാനുണ്ട്. ഫെബ്രുവരി 28 മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് 1928 ഫെബ്രുവരി 28 ഇതാണ് 1928 ഫെബ്രുവരി 28 ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ CV രാമൻ എഫക്റ്റ് എന്നൊരു പ്രതിഭാസം കണ്ടെത്തുകയുണ്ടായി. എന്താണ് രാമൻ എഫക്റ്റ് എന്നൊരു പ്രതിഭാസം ആര് കണ്ടെത്തുകയുണ്ടായി? ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനായ CV രാമൻ കണ്ടെത്തുകയുണ്ടായി. എന്ന് 1928 ഫെബ്രുവരി 28. സോ ഇതിൽ പ്രകാശത്തിൻ്റെ സ്കാറ്ററിങ്ങിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഈ കണ്ടുപിടുത്തം മൂലം അദ്ദേഹത്തിന് 1930 ഫിസിക്സിലെ നോബൽ പ്രൈസും ലഭിച്ചു. ഈ ഒരു ദിനത്തിലൂടെ സയൻറ്റിഫിക് അവയർനെസ്സും റിസർച്ചും
അതുപോലെ കണ്ടുപിടുത്തങ്ങളും സാധാരണ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഈ ദേശീയ ശാസ്ത്ര ദിനം അല്ലെങ്കിൽ നാഷണൽ സയൻസ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മാർച്ച് 3. മാർച്ച് 3 ലോക വന്യജീവി ദിനം അല്ലെങ്കിൽ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പം എന്താണ് മാർച്ച് 3 എന്ന് പറയുന്നത് ലോക വന്യജീവി ദിനം അല്ലെങ്കിൽ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ എന്നാണ് ആചരിക്കുന്നത്. ഇതിൽ 2024 തീം എന്ന് പറയുന്നത് കണക്റ്റിംഗ് ദ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ദ ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ. എന്താണ് കണക്റ്റിംഗ് ദ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ദ ഡിജിറ്റൽ ഇന്നൊവേഷൻ ഇൻ വൈൽഡ് ലൈഫ് കൺസർവേഷൻ എന്നതാണ് 2024 തീം. അതായത് ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്നു. വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ പര്യവേഷണം ചെയ്യുക. എന്താണ് ജനങ്ങളെയും ഗ്രഹങ്ങളെയും ബന്ധിപ്പിക്കുന്നു. വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ ഇന്നൊവേഷൻ പര്യവേഷണം ചെയ്യുക എന്നതാണ് 2024 തീം. 2025 തീം എന്താണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. എന്താണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്. നെക്സ്റ്റ് ഈ ഒരു മാർച്ച് 3 ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് വിവിധങ്ങളായ വന്യ സസ്യജന്തുജാലങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് വിവിധങ്ങളായ വന്യ സസ്യജന്തുജാലങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ 1973 മാർച്ച് 3 ഈ ഡേറ്റിന് 1973 സൈറ്റ്സ് അല്ലെങ്കിൽ CITES അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ. അപ്പോൾ സൈറ്റ്സ് അല്ലെങ്കിൽ CITESൻ്റെ ഫുൾ ഫോം എന്താണ് കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ എന്ന ഉടമ്പടി രൂപം കൊണ്ടത് ഈ മാർച്ച് 3 അതുപോലെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഭീഷണികളിൽ നിന്ന് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു ബഹുമുഖ ഉടമ്പടിയാണ് ഈ സൈറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ വാഷിങ്ടൺ കൺവെൻഷൻ എന്നും വിളിക്കാറുണ്ട്. സോ ഈ ഒരു സൈറ്റ്സിൻ്റെ രൂപപ്പെടൽ എന്നാണ് നടന്നത് 1973 മാർച്ച് 3 പറഞ്ഞത്. സോ ഈ ഒരു മാർച്ച് 3 നിന്നുമാണ് നമ്മുടെ ലോക വന്യജീവി ദിനം അല്ലെങ്കിൽ വേൾഡ് വൈൽഡ് ലൈഫ് ഡേ നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം, അതായത് ഇൻ്റർനാഷണൽ വുമൻസ് ഡേ. അപ്പോൾ മാർച്ച് 8 നമ്മൾ എന്തായിട്ടാണ് ആചരിക്കുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. 2024 തീം എന്താണ് ഇൻവെസ്റ്റ് ഇൻ വുമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ്. എന്നാണ് ഇൻവെസ്റ്റ് ഇൻ വുമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് 2024 തീം. അതായത് സ്ത്രീകളിലെ നിക്ഷേപം പുരോഗതി ത്വരിതപ്പെടുത്തുന്നു. സ്ത്രീകളിലെ നിക്ഷേപം പുരോഗതി ത്വരിതപ്പെടുത്തുന്നു. 2025 തീം എന്താണ് ആക്സിലറേറ്റ് ആക്ഷൻ. എന്താണ് ആക്സിലറേറ്റ് ആക്ഷൻ എന്നതാണ് 2025 തീം. ഇപ്പം എന്താണ് മാർച്ച് 8 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. സോ 2024 തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ വുമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ്. സ്ത്രീകളിലെ നിക്ഷേപം പുരോഗതി ത്വരിതപ്പെടുത്തുന്നു. 2025 ആണെങ്കിലോ ആക്സിലറേറ്റ് ആക്ഷൻ. സോ ഈ ഒരു മാർച്ച് 8 ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. വുമൻസിൻ്റെ ഇക്വാളിറ്റിക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി പോരാടിയ പോരാട്ടങ്ങളും അതിനായി അവരെ സഹായിച്ച പ്രസ്ഥാനങ്ങളുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിനം നമ്മൾ അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പം എന്താണ് വുമൻസിൻ്റെ ഇക്വാളിറ്റിക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായി പോരാടിയ പോരാട്ടങ്ങളും അതിനായിട്ട് അവരെ സഹായിച്ച പ്രസ്ഥാനങ്ങളുടെയും ഓർമ്മയ്ക്കായാണ് ഈ ദിനം അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത്. കൂടാതെ 1917 റഷ്യൻ റവല്യൂഷനിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ വുമൻസ് മൂവ്മെൻറ്റിൻ്റെ ഓർമ്മയ്ക്കും കൂടിയാണ് നമ്മൾ ഈ ഒരു ഡേ നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് മാർച്ച് 8. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മാർച്ച് 15. മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതായത് വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. മാർച്ച് 15 എന്ന് പറയുന്നത് എന്താണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം അല്ലെങ്കിൽ വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. 2024 തീം എന്താണ് ഉപഭോക്താക്കൾക്കായുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI. എന്താണ് ഉപഭോക്താക്കൾക്കായുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI അല്ലെങ്കിൽ ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ്. എന്നാണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI ഫോർ കൺസ്യൂമേഴ്സ് എന്നതാണ് 2024 തീം. 2025 എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. എന്നാണ് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ് 2025 തീം. അപ്പം എന്താണ് മാർച്ച് 15 എന്ന് പറയുന്നത് ലോക ഉപഭോക്തൃ അവകാശ ദിനം അല്ലെങ്കിൽ വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. സോ 2024 തീം എന്ന് പറയുന്നത് ഉപഭോക്താക്കൾക്കായുള്ള ന്യായവും ഉത്തരവാദിത്വമുള്ളതുമായ AI അല്ലെങ്കിൽ ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ AI
ഐ ഫോർ കൺസ്യൂമേഴ്സ്. 2025 തീം എന്താണ്? എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ്. അതുപോലെ മാർച്ച് 15 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെ പറ്റിയും അവരുടെ ആവശ്യങ്ങളെ പറ്റിയും കൺസ്യൂമേഴ്സിനെ ബോധവാന്മാരാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. എന്താണ്? കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെ പറ്റിയും അവരുടെ ആവശ്യങ്ങളെ പറ്റിയും കൺസ്യൂമേഴ്സിനെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ഒരു ഡേ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. കൂടാതെ 1962 US കോൺഗ്രസിൽ വെച്ച് പ്രസിഡന്റായിരുന്ന കെന്നഡി മാർച്ച് 15 കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രാധാന്യത്തെപ്പറ്റി എടുത്തു പറഞ്ഞിരുന്നു. ഇതുമൂലമാണ് മാർച്ച് 15 നമ്മൾ ലോക ഉപഭോക്തൃ അവകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മാർച്ച് 21. മാർച്ച് 21 അന്താരാഷ്ട്ര വന ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ്? അന്താരാഷ്ട്ര വന ദിനമായിട്ടാണ് മാർച്ച് 21 നമ്മൾ ആചരിക്കുന്നത്. സോ 2024 തീം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. അപ്പം എന്താണ്? ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ്. അതായത് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. എന്താണ്? വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ എന്നതാണ് 2024 തീം. അതുപോലെ 2025 ആണെങ്കിലോ ഫോറസ്റ്റ് ആൻഡ് ഫുഡാണ്. അപ്പം എന്താണ്? 2025 ആണെങ്കിൽ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ്. അപ്പം മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2024 തീം എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആൻഡ് ഇന്നവേഷൻ ന്യൂ സൊല്യൂഷൻ ഫോർ എ ബെറ്റർ വേൾഡ് എന്നതാണ്. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. 2025 ആണെങ്കിലോ ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നതുമാണ്. അതുപോലെ മാർച്ച് 21 ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുമുള്ള, അതായത് വിവിധ തരത്തിലുള്ള വനങ്ങളെ പറ്റി അതുപോലെ അവയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയുമൊക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പം എന്താണ്? എല്ലാ തരത്തിലുമുള്ള, അതായത് പലതരത്തിലുള്ള വനങ്ങളെ പറ്റിയും അവയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ഒക്കെ ജനങ്ങളെ ബോധവാന്മാരാക്കാനാണ് ഈ ഒരു ദിനം നമ്മൾ ആചരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മാർച്ച് 22. മാർച്ച് 22 എന്ന് പറയുന്നത് ലോക ജലദിനം അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ ആണ്. എന്താണ്? ലോക ജലദിനം അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ എന്നതാണ് മാർച്ച് 22 എന്ന് പറയുന്നത്. അപ്പോൾ 2024 തീം എന്താണ്? വാട്ടർ ആൻഡ് പീസ്, അതായത് ജലം സമാധാനത്തിന്. അപ്പോൾ എന്താണ്? 2024 തീം എന്താണ്? വാട്ടർ ആൻഡ് പീസ്, ജലം സമാധാനത്തിന്. 2025 ആണെങ്കിലോ ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ. ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ എന്നതാണ് 2025 തീം. അപ്പോൾ എന്താണ്? മാർച്ച് 22 നമ്മൾ ലോക ജലദിനം അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. 2024 വാട്ടർ ആൻഡ് പീസ്, ജലം സമാധാനത്തിന് എന്നതായിരുന്നു തീം. 2025 അത് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ എന്നായി മാറി. ഇനി മാർച്ച് 22 പ്രത്യേകത എന്താണ്? 1993 മുതലാണ് എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. എന്നാണ്? 1993 മുതലാണ് എല്ലാ വർഷവും മാർച്ച് 22 ലോക ജലദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു ദിനം നമ്മൾ ലോക ജലദിനം അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം എന്താണ്? ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മാർച്ച് 22 ലോക ജലദിനം അല്ലെങ്കിൽ വേൾഡ് വാട്ടർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് വണ്ണാണ് മാർച്ച് 23. മാർച്ച് 23 എന്ന് പറയുന്നത് ലോക കാലാവസ്ഥാ ദിനമാണ് അല്ലെങ്കിൽ വേൾഡ് മെറ്റീറോളജിക്കൽ ഡേ ആണ്. എന്താണ്? ലോക കാലാവസ്ഥാ ദിനം അല്ലെങ്കിൽ വേൾഡ് മെറ്റീറോളജിക്കൽ ഡേ എന്നതാണ് മാർച്ച് 23 പ്രത്യേകത. ഇനി 2024 തീം എന്താണ്? കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ. എന്താണ്? കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ, അതായത് അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നതാണ് 2024 തീം. ഇനി 2025 ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. എന്താണ്? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നതാണ് 2025 തീം. അപ്പോൾ എന്താണ്? മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനമായിട്ട്, അതായത് വേൾഡ് മെറ്ററോളജിക്കൽ ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2024 തീം എന്നത് കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ അല്ലെങ്കിൽ അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നും 2025 ആണെങ്കിലോ ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നതുമാണ്. അതുപോലെ മാർച്ച് 23 പ്രത്യേകത എന്താണ്? ഈ ഒരു ഡേ നമ്മൾ ക്ലൈമറ്റിനെ പറ്റി മാത്രം പറയുന്നതല്ല. അപ്പോൾ എന്താണ്? ഈ ഒരു മാർച്ച് 23 എന്ന് പറയുന്ന ആ ഒരു ഡേ ക്ലൈമറ്റിനെ പറ്റി മാത്രം പറയുന്നതല്ല. 1950 രൂപീകരിച്ച WMO, അതായത് വേൾഡ് മെറ്റീറോളജിക്കൽ ഓർഗനൈസേഷൻ, WMOയുടെ
ഓർമ്മപ്പെടുത്തലിനും കാലാവസ്ഥാ പഠനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും സമൂഹത്തിൽ ഇതുമൂലം ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റുകളെ പറ്റിയുമൊക്കെയാണ് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? വെതർ ഫോർകാസ്റ്റിംഗ്, അതായത് കാലാവസ്ഥാ പ്രവചനം, ക്ലൈമറ്റ് ചേഞ്ച് മോണിറ്ററിംഗ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു ഡേ നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു മാർച്ച് 23 പ്രത്യേകത എന്താണ്? ഈ ഒരു ഡേ നമ്മൾ ക്ലൈമറ്റിനെ പറ്റി മാത്രം പറയുന്നതല്ല, 1950 രൂപീകരിച്ച WMO, അതായത് വേൾഡ് മെറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ഓർമ്മപ്പെടുത്തലിനും കാലാവസ്ഥാ പഠനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും സമൂഹത്തിൽ ഇതുമൂലം ഉണ്ടാക്കാൻ കഴിയുന്ന ഇമ്പാക്റ്റുകളായ വെതർ ഫോർകാസ്റ്റിംഗ്, അതായത് കാലാവസ്ഥാ പ്രവചനം, ക്ലൈമറ്റ് ചേഞ്ച് മോണിറ്ററിംഗ്, അതുപോലെ വാട്ടർ മാനേജ്മെൻറ്റിനെ പറ്റിയൊക്കെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ ഒരു ഡേ നമ്മൾ ആചരിക്കുന്നത്. എന്തായിട്ട് ആചരിക്കുന്നത്? ലോക കാലാവസ്ഥാ ദിനം അല്ലെങ്കിൽ വേൾഡ് മെറ്ററോളജിക്കൽ ഡേ ആയിട്ട് മാർച്ച് 23 നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മാർച്ച് 24. മാർച്ച് 24 നമ്മൾ ലോക ക്ഷയരോഗ ദിനം അല്ലെങ്കിൽ വേൾഡ് TB ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ എന്താണ് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം അല്ലെങ്കിൽ വേൾഡ് TB ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2023 മുതൽ 2024 വരെ അത്രയും വർഷങ്ങളിൽ ഒരൊറ്റ തീമായിരുന്നു. എന്തായിരുന്നു അത്? യെസ് വി ക്യാൻ എൻഡ് TB. എന്താണ് യെസ് വി ക്യാൻ എൻഡ് TB എന്നതാണ് 2023 മുതൽ 2024 വരെയുള്ള തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ 2025 തീം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അപ്പോൾ എന്താണ് 2025 തീം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നതാണ്. സോ മാർച്ച് 24 എന്ന് പറയുന്നത് ലോക ക്ഷയരോഗ ദിനം അല്ലെങ്കിൽ വേൾഡ് TB ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2023 മുതൽ 2024 വരെ അതിൻ്റെ തീം യെസ് വി ക്യാൻ എൻഡ് TB എന്നതാണ്. 2025 ആണെങ്കിലോ യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ എന്നതാണ്. അതുമാത്രമല്ല മാർച്ച് 24 ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1882 എന്താണ് 1882 TBക്ക് കാരണമായ ഒരു ബാക്ടീരിയ, അതായത് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയെ ഡോക്ടർ റോബർട്ട് കോച്ച് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ എന്താണ് 1882 TBക്ക് കാരണമായ മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയെ ഡോക്ടർ റോബർട്ട് കോച്ച് കണ്ടെത്തുകയുണ്ടായി. സോ ഈ ഒരു സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മാർച്ച് 24 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? ലോക ക്ഷയരോഗ ദിനമായിട്ട് ആചരിക്കുന്നത്. സോ ഈ ഒരു ദിനത്തിൽ നമ്മൾ ജനങ്ങളെ TBയെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. എന്താണ് TBയെക്കുറിച്ച് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം അല്ലെങ്കിൽ വേൾഡ് TB ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഏപ്രിൽ 7. ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോകാരോഗ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അപ്പോൾ അതാണ് ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോകാരോഗ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. സോ 2024 തീം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം? അതായത് മൈ ഹെൽത്ത് മൈ റൈറ്റ്, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ് 2024 തീം. അതുപോലെ 2025 ആണെങ്കിലോ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ്. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. സോ ഏപ്രിൽ 7 എന്ന് പറയുന്നത് ലോകാരോഗ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2024 തീം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ്. അപ്പോൾ 2025 ആണെങ്കിലോ ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നതാണ്. അതുപോലെ ഏപ്രിൽ 7 ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് 1948 ഏപ്രിൽ 7 എന്താണ് 1948 ഏപ്രിൽ 7 WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ രൂപം കൊണ്ടത്. അപ്പോൾ ഈ ഒരു ഡേറ്റിലാണ്, അതായത് ഏപ്രിൽ 7 1948 നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതായത് WHO രൂപം കൊണ്ടത്. സോ ഈ ഒരു രൂപം കൊണ്ടതിൻ്റെ ഓർമ്മയ്ക്ക് കൂടിയാണ് നമ്മൾ ഈ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതുപോലെ പലതരത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കാനായി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു ഡേയുടെ ഉദ്ദേശം. എന്താണ്? പലതരത്തിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ അവരുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യിക്കാനായി പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് ഏപ്രിൽ 22. ഏപ്രിൽ 22 ലോക ഭൗമ ദിനം അല്ലെങ്കിൽ വേൾഡ് എർത്ത് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് ലോക ഭൗമ ദിനം അല്ലെങ്കിൽ വേൾഡ് എർത്ത് ഡേ ആയിട്ടാണ് ഏപ്രിൽ 22 നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2024 തീം എന്നത് പ്ലാനറ്റ് വൈസ് പ്ലാസ്റ്റിക് എന്നാണ്. 2024 തീം പ്ലാനറ്റ് വൈസ് പ്ലാസ്റ്റിക് എന്നാണ്. 2025 ആണെങ്കിലോ അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ്. ഓക്കെ, ഇനി ഏപ്രിൽ 22 പ്രത്യേകത എന്താണെന്ന് നോക്കാം. 1970 ഏപ്രിൽ 22 എന്താണ് 1970 ഏപ്രിൽ 22 ആദ്യമായി വേൾഡ് എർത്ത് ഡേ ആചരിക്കുന്നത്. സോ ഈ ഒരു ഡേറ്റിലാണ് മോഡേൺ എൻവയോൺമെൻറ്റൽ മൂവ്മെൻ്റ് ഒക്കെ സ്ഥാപിതമായത്. ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഏപ്രിൽ 22 ലോക ഭൗമ ദിനം
ദിനമായി നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ പറ്റിയും എൻവയോൺമെൻറ്റ് നേരിടുന്ന ചലഞ്ചസിനെ പറ്റിയും പബ്ലിക്കിനെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ഡേ ആചരിക്കുന്നതിൻ്റെ ലക്ഷ്യം. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് മെയ് 1. മെയ് 1 എന്ന് പറയുന്നത് ലോക തൊഴിലാളി ദിനം, അതായത് ഇൻ്റർനാഷണൽ ലേബർ ഡേ ആണ്. അപ്പോൾ അതാണ് ലോക തൊഴിലാളി ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലേബർ ഡേ ആയിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ 2024 ഇതിൻ്റെ തീം എൻഷുർ വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അമിഡ്സ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. എന്താണ്? എൻഷുർ വർക്ക് പ്ലേസ് സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അമിഡ്സ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് എന്നാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിനിടയിൽ ജോലി സ്ഥലത്തെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെയ് 1 പ്രത്യേകത എന്താണ്? ചരിത്രത്തിൽ നടന്നിട്ടുള്ള, അതായത് ചരിത്രത്തിൽ ഇന്നേ വരെ നടന്നിട്ടുള്ള ലേബർ സ്ട്രഗിൾസിൻ്റെ ഫലമായി മുന്നോട്ട് വന്ന ലേബർ മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ ദിനം ഇൻ്റർനാഷണൽ ലേബർ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്താണ്? ചരിത്രത്തിൽ നടന്നിട്ടുള്ള ലേബർ സ്ട്രഗിൾസിൻ്റെ ഫലമായി മുന്നോട്ട് വന്ന ലേബർ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് നമ്മൾ ഈ മെയ് 1 ഇൻ്റർനാഷണൽ ലേബർ ഡേ അല്ലെങ്കിൽ ലോക തൊഴിലാളി ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മെയ് 7 അല്ലെങ്കിൽ മെയ് 7 എന്ന് പറയുന്നത് ലോക അത്ലറ്റിക്സ് ദിനമാണ്. ഇതാണ് ലോക അത്ലറ്റിക്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 7 ആണ്. ഇപ്പോൾ 2024 തീം എന്താണ്? വേൾഡ് മൈൽ ചലഞ്ച് ആണ്. ഇതാണ് വേൾഡ് മൈൽ ചലഞ്ച് എന്നതാണ് 2024 തീം. അപ്പോൾ ഈ ഒരു മെയ് 7 കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? 1996 മുതലാണ് ഈ ദിനം നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. ഓക്കെ, 1996 മുതലാണ് ഈ ദിനം നമ്മൾ ലോക അത്ലറ്റിക്സ് ദിനമായിട്ട്, അതായത് മെയ് 7 ലോക അത്ലറ്റിക്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. ഈ ഒരു ദിനം ആചരിക്കുന്നതിലൂടെ യൂത്തിൻ്റെ ഫിറ്റ്നസ്സിലും, അതായത് യൂത്തിൻ്റെ ഫിറ്റ്നസ്സിലും അതുപോലെ ഹെൽത്തി ആയിട്ടിരിക്കാനുമുള്ള ഒരു അവയർനെസ് നമുക്ക് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും. എന്താണ് ഈ ഒരു മെയ് 7 ലോക അത്ലറ്റിക്സ് ദിനം എന്ന് പറയുന്ന ആ ഒരു ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? 1996 മുതലാണ് നമ്മൾ ഈ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഈ ഒരു ദിനം ആചരിക്കുന്നതിലൂടെ യൂത്തിനെ ഫിറ്റ്നസ്സിലും ഹെൽത്തി ആയിട്ടിരിക്കാനുമുള്ള ഒരു അവയർനെസ് നമുക്കിതിലൂടെ പബ്ലിക്കിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് മെയ് 22. എന്താണ്? മെയ് 22 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. അപ്പം എന്താണ്? മെയ് 22 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. അതായത് ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. എന്താണ്? ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 22 ആണ്. ഓക്കെ, 2024 തീം എന്താണ്? ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. എന്താണ്? ബി പാർട്ട് ഓഫ് ദ പ്ലാൻ എന്നതാണ് 2024 തീം. അപ്പോൾ ഈ ഒരു മെയ് 22 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ബയോഡൈവേഴ്സിറ്റിയുടെ അവബോധം പബ്ലിക്കിൽ ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. മെയ് 22 നമ്മൾ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? ബയോഡൈവേഴ്സിറ്റിയുടെ അവബോധം പബ്ലിക്കിൽ ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ജൂൺ 7. ജൂൺ 7 എന്ന് പറയുന്നത് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം അല്ലെങ്കിൽ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. അപ്പോൾ അതാണ് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം അല്ലെങ്കിൽ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ് ജൂൺ 7 എന്ന് പറയുന്നത്. 2024 തീം എന്താണ്? ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്റ്റഡ്. എന്നാണ് ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്റ്റഡ്, അതായത് ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുപ്പ്. ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുപ്പ് എന്നതാണ് 2024 തീം. അപ്പോൾ എന്താണ്? ജൂൺ 7 എന്ന് പറയുന്നത് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം അല്ലെങ്കിൽ വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണ്. 2024 തീം എന്താണ്? ഫുഡ് സേഫ്റ്റി പ്രിപ്പയർ ഫോർ ദി അൺഎക്സ്പെക്റ്റഡ്, ഭക്ഷ്യസുരക്ഷ അപ്രതീക്ഷിതമായ കാര്യങ്ങൾക്കായി തയ്യാറെടുപ്പ്. ഇനി ഈ ജൂൺ 7 ഒരു പ്രത്യേകതയുണ്ട്. അതായത് WHO, അതായത് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. എന്നാണ് WHO എന്ന് പറയുന്നതാണ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കു പ്രകാരം പ്രതിവർഷം ഏകദേശം 600 മില്യൺ ആളുകളാണ് ഫുഡ്ബോൺ ഡിസീസ് മൂലം രോഗബാധിതരാകുന്നത്. കൂടാതെ 4,20,000 മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? WHO അല്ലെങ്കിൽ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കു പ്രകാരം പ്രതിവർഷം ഏകദേശം 600 മില്യൺ ആളുകളാണ് ഫുഡ്ബോൺ ഡിസീസ് മൂലം രോഗബാധിതരാകുന്നതും ഏകദേശം 4,20,000 മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. സോ ജൂൺ 7 ലക്ഷ്യം എന്നത് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ഫുഡ് സേഫ്റ്റി പ്രാക്ടീസ് ചെയ്യാനുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ജൂൺ 8. ജൂൺ 8 എന്ന് പറയുന്നത് ലോക സമുദ്ര ദിനം അല്ലെങ്കിൽ വേൾഡ് ഓഷ്യൻസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ അതാണ് ജൂൺ 8 എന്ന് പറയുന്നത് ലോക സമുദ്ര ദിനം അല്ലെങ്കിൽ വേൾഡ് ഓഷ്യൻ ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2024 തീം എന്താണ്? എവേക്കൻ ന്യൂ ഡെപ്ത്സ്, അതായത് പുതിയ ആഴങ്ങൾ ഉണർത്തുക. അപ്പോൾ എന്താണ്? എവേക്കൻ ന്യൂ ഡെപ്ത്സ് അല്ലെങ്കിൽ പുതിയ ആഴങ്ങൾ ഉണർത്തുക എന്നതാണ് 2024 തീം. അപ്പോൾ ഈ ജൂൺ 8 പ്രത്യേകത എന്താണ്? 2008 യുണൈറ്റഡ് നേഷൻസ്
ആണ് ഈ ഒരു ദിനം ആചരിക്കാൻ കാരണമായത് എന്നാണ്. 2008 യുണൈറ്റഡ് നേഷൻസ് ആണ് ഈ ഒരു ദിനം ആചരിക്കാൻ കാരണമായത്. ഓഷ്യൻസിൻ്റെ പ്രാധാന്യം, അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സിനെ പറ്റിയും ഓഷ്യൻ പ്രിസർവ് ചെയ്യേണ്ടതിനെ പറ്റിയുമുള്ള അവബോധം പബ്ലിക്കിന് ഉണ്ടാക്കുക എന്നതാണ് ഈ ഒരു ഡേ ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം എന്താണ്, 2008 യുണൈറ്റഡ് നേഷൻസ് ആണ് ജൂൺ 8 വേൾഡ് ഓഷ്യൻസ് ഡേ അല്ലെങ്കിൽ ലോക സമുദ്ര ദിനമായിട്ട് ആചരിക്കാൻ കാരണമായത്. അപ്പോൾ ഓഷ്യൻസിൻ്റെ പ്രാധാന്യവും അത് മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സിനെ പറ്റിയും ഓഷ്യൻ പ്രിസർവ് ചെയ്യേണ്ടതിനെ പറ്റിയുമുള്ള അവബോധം പബ്ലിക്കിന് ഉണ്ടാക്കുക എന്നതാണ് ഈ ഡേ ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ജൂൺ 12. ജൂൺ 12 എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനമാണ്, അതായത് വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. അതാണ് ജൂൺ 12 എന്ന് പറയുന്നത് ലോക ബാലവേല വിരുദ്ധ ദിനം അല്ലെങ്കിൽ വേൾഡ് ഡേ എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്നതാണ്. ഇപ്പോൾ 2024 തീം എന്താണ്? ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. അപ്പം എന്താണ്? ലെറ്റ്സ് ആക്ട് ഓൺ അവർ കമ്മിറ്റ്മെൻറ്റ്സ് എൻഡ് ചൈൽഡ് ലേബർ. നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കാം. അപ്പം എന്താണ്? നമ്മുടെ പ്രതിബദ്ധതകളിൽ പ്രവർത്തിക്കാം, ബാലവേല അവസാനിപ്പിക്കാം എന്നതാണ് 2024 തീം എന്ന് പറയുന്നത്. സോ ഈ ജൂൺ 12 ഒരു പ്രത്യേകതയുണ്ട്. 2002 ILO, അതായത് ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ്, അതായത് ILO എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് ആണ് 2002 ഈ ഒരു ഡേ ആചരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ചൈൽഡ് ലേബർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുമുള്ള അവബോധമാണ് ഈ ഒരു ഡേയിലൂടെ പബ്ലിക്കിൽ എത്തിക്കുന്നത്. അപ്പം എന്താണ്? ചൈൽഡ് ലേബർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുമുള്ള അവബോധമാണ് ഈ ഒരു ഡേയിലൂടെ പബ്ലിക്കിൽ എത്തിക്കുന്നത്. അടുത്തതാണ് ജൂൺ 21. ജൂൺ 21 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര യോഗാ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അപ്പോൾ അതാണ് ജൂൺ 21 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര യോഗാ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. സോ 24 തീം ഏതാണ്? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ എന്താണ്? തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ, അതായത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി അല്ലെങ്കിൽ തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ എന്നതാണ് 2024 തീം എന്ന് പറയുന്നത്. സോ ജൂൺ 21 എന്നുള്ളത് അന്താരാഷ്ട്ര യോഗാ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. അതുപോലെ ജൂൺ 21 പ്രത്യേകത അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ നമ്മുടെ മനസ്സ്, അതുപോലെ നമ്മുടെ ശരീരം, നമ്മുടെ സ്പിരിറ്റ് എന്നിവയുടെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐക്യം കൊണ്ടുവരിക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നമ്മുടെ മൈൻഡ്, ബോഡി, സ്പിരിറ്റ് എന്നിവയുടെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐക്യം കൊണ്ടുവരിക എന്നതാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ യോഗ ഡേയിലൂടെ ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ആണ് ജൂൺ 23. ജൂൺ 23 എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനമാണ്. എന്താണ്? അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ആണ് ജൂൺ 23 എന്ന് പറയുന്നത്. സോ 2024 തീം എന്താണ്? ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നാണ്. ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ് 2024 തീം എന്ന് പറയുന്നത്. സോ ജൂൺ 23 ഇമ്പോർട്ടൻസ് എന്താണ്? അപ്പോൾ ജനങ്ങളെ ആക്റ്റീവായിട്ട് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനും ഹെൽത്തി ലിവിങ് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് പ്രൊവൈഡ് ചെയ്യാനുമാണ് ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ജനങ്ങളെ ആക്റ്റീവായിട്ട് സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനും ഹെൽത്തി ലിവിങ് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് പ്രൊവൈഡ് ചെയ്യാനുമാണ് ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഈ ദിനത്തിൽ പരസ്പരം എക്സലൻസ്, ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ റെസ്പെക്റ്റ് കാത്തു സൂക്ഷിക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സോ 1894 ജൂൺ 23 എന്താണ്? 1894 ജൂൺ 23 പാരീസിൽ വെച്ച് ഒരു ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചത്. സോ ഈ ഒരു ഡേറ്റാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്തത്. അപ്പോൾ അതാണ് 1894 ജൂൺ 23 പാരീസിൽ വെച്ച് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. സോ ഈ ഒരു ഡേറ്റാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് ഡേ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത് ദേശീയ ബഹിരാകാശ ദിനമാണ്. എന്താണ്? ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. സോ 2024 തീം എന്താണ്? ടച്ചിങ് ലിവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ. അപ്പോൾ എന്താണ്? ടച്ചിങ് ലിവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ എന്നതാണ് 2024 തീം എന്ന് പറയുന്നത്. സോ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തത്. സോ ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ ഒരു ദിനം ആചരിക്കുന്നത്. എന്താണ്? 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ഈ ഒരു ദിനം, അതായത് ഓഗസ്റ്റ് 23 എന്ന് പറയുന്നത് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. സോ 2024 തീം എന്താണ്? ടച്ചിങ് ലിവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ ഇന്ത്യ സ്പേസ് സാഗ.
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സെപ്റ്റംബർ 16. അത് ലോക ഓസോൺ ഡേ ആണ്. അപ്പോൾ എന്താണ് സെപ്റ്റംബർ 16 എന്ന് പറയുന്നത് ലോക ഓസോൺ ഡേ ആണ്. അപ്പോൾ 2024 തീം എന്താണ്? ഓസോൺ ഫോർ ലൈഫ്. എന്താണ്? ഓസോൺ ഫോർ ലൈഫ്. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതിനെ പറ്റി പബ്ലിക്കിനെ ബോധവാന്മാരാക്കുക, ഒപ്പം അതിനെ സംരക്ഷിക്കാനുള്ള സൊല്യൂഷൻസ് കൂടി കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്താണ്? ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീഷൻ സംഭവിക്കുന്നതിനെ പറ്റി പബ്ലിക്കിനെ ബോധവാന്മാരാക്കുക, ഒപ്പം അതിനെ സംരക്ഷിക്കാനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ഡേ ആയിട്ടും ആചരിക്കുന്നത്. ഓക്കെ, അടുത്തയായിട്ട് നമ്മൾ പഠിക്കുന്നത് സെപ്റ്റംബർ 29 എന്താണ്? സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29 എന്ന് പറയുന്നത് ലോക ഹൃദയ ദിനമാണ്. എന്താണ്? ലോക ഹൃദയ ദിനമായിട്ടാണ് നമ്മൾ സെപ്റ്റംബർ 29 ആചരിക്കുന്നത്. സോ 2024 തീം എന്താണ്? 2024 തീമാണ് യൂസ് ഹെർട്ട് ഫോർ ആക്ഷൻ. എന്താണ്? യൂസ് ഹെർട്ട് ഫോർ ആക്ഷൻ എന്നതാണ് 2024 തീം എന്ന് പറയുന്നത്. സോ ഈ ഒരു സെപ്റ്റംബർ 29 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക്കിനെ കാർഡിയോ വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ CVDs പറ്റിയിട്ടൊക്കെ ബോധവാന്മാരാക്കുക, ഒപ്പം ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, പിന്നെ ഹെർട്ട് ഫെയിലർ എന്നിവയെ പറ്റിയും അറിവുണ്ടാക്കുക. അതോടൊപ്പം ഇവയുടെ പ്രിവെൻഷേറ്റീവ് മെഷേഴ്സിൻ്റെ ഇമ്പോർട്ടൻസും പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കുക എന്നിവയാണ് ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്? സെപ്റ്റംബർ 29 എന്ന് പറയുന്നത് ലോക ഹൃദയ ദിനമാണ്. 2024 തീം എന്ന് പറയുന്നത് യൂസ് ഹെർട്ട് ഫോർ ആക്ഷൻ എന്നതാണ്. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് സെപ്റ്റംബർ 29 നമ്മുടെ ലോക ഹൃദയ ദിനമായിട്ട് ആചരിക്കുന്നത് എന്തിനാണ്? പബ്ലിക്കിനെ കാർഡിയോ വാസ്കുലർ ഡിസീസിനെ പറ്റി ബോധവാന്മാരാക്കാനും, ഒപ്പം ഹെർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഹെർട്ട് ഫെയിലർ തുടങ്ങിയവയെ പറ്റി അറിവുണ്ടാക്കാനും, അതോടൊപ്പം ഇവയുടെ പ്രിവെൻഷേറ്റീവ് മെഷേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കാനുമായിട്ടാണ് നമ്മളൊരു ഈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഒക്ടോബർ 16. ഒക്ടോബർ 16 എന്ന് പറയുന്നത് ലോക ഭക്ഷ്യ ദിനമാണ്, അല്ലെങ്കിൽ വേൾഡ് ഫുഡ് ഡേ ആണ്. അപ്പോൾ അതാണ് ഒക്ടോബർ 16 എന്ന് പറയുന്നത് ലോക ഭക്ഷ്യ ദിനം അല്ലെങ്കിൽ വേൾഡ് ഫുഡ് ഡേ ആണ്. അപ്പോൾ 2024 ഇത് എൻ്റെ തീം എന്താണ്? റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പം എന്താണ്? റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നതാണ് 2024 തീം. ഇനി ഒക്ടോബർ 16 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒക്ടോബർ 16 ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വിശപ്പില്ലാതാക്കാനും എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതുമാണ് ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? വിശപ്പില്ലാതാക്കാനും എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനുമാണ് ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതായത് വേൾഡ് ഫുഡ് ഡേ ആയിട്ട് നമ്മൾ ഒക്ടോബർ 16 ആചരിക്കുന്നത് എന്തിനാണ്? വിശപ്പ് ഇല്ലാതാക്കാനും എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ആയ ഫുഡ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഈ ഒരു ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ 2024 തീം എന്താണ്? റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ എന്നതാണ്. അടുത്തതാണ് നവംബർ 10. നവംബർ 10 എന്ന് പറയുന്നത് ലോക ശാസ്ത്ര ദിനമാണ്, അല്ലെങ്കിൽ വേൾഡ് സയൻസ് ഡേ എന്ന് പറയാം. എന്താണ്? ലോക ശാസ്ത്ര ദിനം അല്ലെങ്കിൽ വേൾഡ് സയൻസ് ഡേ എന്ന് പറയുന്നതാണ് നവംബർ 10. സോ 2024 തീം എന്ന് പറയുന്നതാണ് വൈ സയൻസ് മാറ്റേഴ്സ് എൻഗേജിങ് മൈൻഡ്സ് ആൻഡ് എംപവറിംഗ് ഫ്യൂച്ചേഴ്സ്. എന്താണ്? വൈ സയൻസ് മാറ്റേഴ്സ് എൻഗേജിങ് മൈൻഡ്സ് ആൻഡ് എംപവറിംഗ് ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് 2024 തീം എന്ന് പറയുന്നത്. സോ നവംബർ 10 ഇമ്പോർട്ടൻസ് എന്താണ്? 2001 യുനെസ്കോയാണ് ഇത് രൂപീകരിച്ചത്. എന്താണ്? 2001 യുനെസ്കോയാണ് നവംബർ 10 ലോക ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കണമെന്നൊരു തീരുമാനം കൊണ്ടുവന്നത്. ഇതിലൂടെ ഗ്ലോബൽ ചലഞ്ചസിനെ നേരിടാൻ സയൻസ് ഉപകരിക്കുന്നത് എങ്ങനെയെന്നും ഇതിലൂടെ ഉചിതമായ ഒരു വേൾഡിനെ വളർത്തിയെടുക്കുക എന്നതുമാണ് ഈ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് നവംബർ 10 എന്ന് പറയുന്നത്? എന്താണ്? 2001 യുനെസ്കോയാണ് ഇത് രൂപീകരിച്ചത്. ഇതിലൂടെ ഗ്ലോബൽ ചലഞ്ചസിനെ നേരിടാൻ സയൻസ് എങ്ങനെ ഉപകരിക്കുന്നു എന്നും ഇതിലൂടെ ഉചിതമായൊരു വേൾഡിനെ വളർത്തിയെടുക്കുക എന്നതുമാണ് ഈ നവംബർ 10 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതാണ് നവംബർ 11. അപ്പം നവംബർ 11 എന്ന് പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. അപ്പം എന്താണ് നവംബർ 11 എന്ന് പറയുന്നത്? ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ സോ 2024 തീം എന്താണ്? ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ്. എന്താണ്? ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ് എന്നതാണ് 2024 തീം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 2024 നമ്മൾ 2024 തീം എന്ന് പറയുന്നത് ലേണിംഗ് ഫോർ ലാസ്റ്റിംഗ് പീസ് എന്നുള്ളതാണ്.
അതുപോലെ നവംബർ 11 ഇമ്പോർട്ടൻസ് എന്താണ്? സ്വാതന്ത്ര്യേതര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിനോടുള്ള ആദരവ് സൂചകമായിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. അപ്പം എന്താണ്? സ്വാതന്ത്ര്യേതര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദിനോടുള്ള ആദരവ് സൂചകമായിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് അദ്ദേഹം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നൽകിയ സംഭാവനകളെയാണ് ഇവിടെ നമ്മൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്തതാണ് ഡിസംബർ 1. ഡിസംബർ 1 എന്ന് പറയുന്നത് ലോക എയ്ഡ്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പം എന്താണ് ഡിസംബർ 1 എന്ന് പറയുന്നത്? ലോക എയ്ഡ്സ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സോ 2024 തീം എന്താണ്? ടേക്ക് ദ റൈറ്റ് ടു പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ്. എന്താണ്? ടേക്ക് ദ റൈറ്റ് ടു പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നതാണ് 2024 തീം എന്ന് പറയുന്നത്. സോ ഡിസംബർ 1 ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് HIV, എയ്ഡ്സ് അതുപോലുള്ളവയെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കാനും, എന്താണ് HIV, എയ്ഡ്സിനെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കാനും എയ്ഡ്സ് റിലേറ്റഡ് രോഗങ്ങൾ മൂലം മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പബ്ലിക്കിനെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഡേ നമ്മൾ ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. എന്താണ്? HIV അല്ലെങ്കിൽ എയ്ഡ്സിനെ പറ്റി ജനങ്ങളെ ബോധവാന്മാരാക്കാനും എയ്ഡ്സ് റിലേറ്റഡ് രോഗങ്ങൾ മൂലം മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പബ്ലിക്കിനെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിസംബർ 1 നമ്മൾ ലോക എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2024 തീം എന്താണ്? ടേക്ക് ദ റൈറ്റ് ടു പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ്. അതുപോലെ ഡിസംബർ 10, ഇനി നെക്സ്റ്റ് എന്താണ്? ഡിസംബർ 10 എന്ന് പറയുന്നത് ലോക മനുഷ്യാവകാശ ദിനമാണ്. എന്താണ് ഡിസംബർ 10 എന്ന് പറയുന്നത്? ലോക മനുഷ്യാവകാശ ദിനമാണ്. ഇപ്പോൾ 2024 തീം എന്താണ്? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. എന്താണ്? അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ എന്നതാണ് 2024 തീം എന്ന് പറയുന്നത്. സോ ഡിസംബർ 10 ഇമ്പോർട്ടൻസ് എന്താണ്? ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി എല്ലാവരിലും അവയർനെസ് കൊണ്ടുവരികയും എല്ലാവർക്കും ഫ്രീഡം, ജസ്റ്റിസ്, ഇക്വാളിറ്റി, ഡിഗ്നിറ്റി എന്നിവ പ്രൊമോട്ട് ചെയ്യുന്നതിനുമാണ് ഈ ഒരു ഡേ നമ്മൾ ആചരിക്കുന്നത്. എന്താണ്? ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി എല്ലാവരിലും അവയർനെസ് കൊണ്ടുവരാനും എല്ലാവർക്കും ഫ്രീഡം, ജസ്റ്റിസ്, ഇക്വാളിറ്റി, ഡിഗ്നിറ്റി എന്നിവ പ്രൊമോട്ട് ചെയ്യുന്നതിനുമാണ് ഈ ഒരു ഡേ ആചരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.